ഇത് ഗോപികാവർമ്മ, കിളിരൂർ രാജവംശത്തിലെ അവസാന കണ്ണി. 4 കൊട്ടാരങ്ങൾ, 6 വേനൽക്കാല വസതികൾ, 8 എസ്റ്റേറ്റുകൾ, ഏക്കർ കണക്കിന് പാടങ്ങൾ, പിന്നെ രത്നശേഖരം, വൈഡൂര്യമാലകൾ, സ്വർണ്ണാഭരണങ്ങൾ, അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം. ഗോപികാവർമ്മയുടെ സ്വന്തം. ഇല്ല ഇല്ല, എന്റെ ഭാവനയിൽ പോലും അവയുടെ ചിത്രങ്ങൾ ഒതുങ്ങുന്നില്ല. നാളെ ഗോപികാവർമ്മ വരികയാണ് ലണ്ടനിൽ നിന്നും. അവിടെ വെച്ച് അവളുടെ അച്ഛനും അമ്മയും മരിച്ചു, അല്ല കൊല്ലപ്പെട്ടു. ചിതാഭസ്മവുമായി ശേഷക്രിയ ചെയ്യാനാണ് അവളുടെ വരവ്. DAG ചന്ദ്രശേഖര മേനോന് ഇതറിയാം. അയാൾ ഗോപികയുടെ അച്ഛന്റെ സുഹൃത്താണ്. വിമാനമിറങ്ങിയാൽ അവൾ DAG തേടിപ്പോവും. നാളെ അവൾ ചന്ദ്രശേഖര മേനോനെ കാണുന്നില്ല, പകരം എന്നെ കാണും. എന്നെ മാത്രം. അങ്ങനെ എന്നേക്കുമായി കൊട്ടാരങ്ങളും എസ്റ്റേറ്റുകളും രത്നങ്ങളും എന്റെ സ്വന്തമാവുന്നു. ഗോപികയും. നമ്മുടെ കളികൾ പോലീസ് മണത്തറിഞ്ഞോ ബോസ്? ഒരു കണക്കിന് നന്നായി. ഇടയ്ക്കൊക്കെ ഉന്നം പരിശോധിക്കാൻ പോലീസുകാരെ കിട്ടുന്ന ഒരു ഭാഗ്യമാണേ. മിസ് ഗോപികാവർമ്മ, മിസ് ഗോപികാവർമ്മ, എന്തായത്? പ്ലീസ് ഓപ്പൺ ഇറ്റ്. എന്റെ അച്ഛന്റെയും അമ്മയുടെയും ചിതാഭസ്മമായത്. പ്ലീസ്. ഓ, ഐ ആം സോറി, എക്സ്ട്രീംലി സോറി. DAG മിസ്റ്റർ ചന്ദ്രശേഖര മേനോൻ പറഞ്ഞിരുന്നു. Next. Your attention please. Miss Gopika Verma, arrived in flight number AI-136 from London, is requested to report at the reception counter immediately. ഒരറിയിപ്പ്. ലണ്ടനിൽ നിന്നും വന്ന ഫ്ലൈറ്റ് നമ്പർ AI-136 യാത്രക്കാരി മിസ് ഗോപിക വർമ്മ ഉടൻ തന്നെ റിസപ്ഷൻ കൗണ്ടറുമായി ബന്ധപ്പെടേണ്ടതാണ്. കൊള്ളാം, മിടുക്കി. Hi. Gopika, I don't want to kill you. I still love you. I just want to marry you. Come on.
ഐ എം ഗോപിക വർമ്മ. ഓ, DIG മിസ്റ്റർ മേനോൻ നിങ്ങൾക്കൊരു കാർ അയച്ചിട്ടുണ്ട്. KK 4800 പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. വെൽക്കം. പോവാം പോവാം. വണ്ടി വിട്. ആ സമയത്ത് വേഗം വാ. സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടല്ലേ? ഒരു ട്രബിളും ഇല്ലാത്ത ഒരു വണ്ടിയുണ്ട് സാർ, പുതിയ വണ്ടി. എന്റെ അല്ല എന്റെ ഫ്രണ്ടിന്റെ. വരണം സാർ. ഒരു മിനിറ്റ്. വേഗം പോണോന്ന്. ഐശ്വര്യായിട്ട് ആ കയ്യൊന്നകത്ത് വെച്ചേ. വരൂ. ഒന്നുകൂടെ കാറടക്കാം. ഓക്കെ. എന്താ വേണു ഇത്? മദറിനോട് ഞാനിതിനെല്ലാം കടപ്പെട്ടിരിക്കുന്നു. മതി വാചകം. പോയി വരും. വരട്ടെ. ശരി. തേങ്ങ. ഒന്ന് വേഗം വിടറോ. ഓ, ഫസ്റ്റ് ട്രിപ്പേ ലോങ് ട്രിപ്പാ. അവന്റെ ഒരു ഭാഗ്യേ. Shit. Hey. Hey. വണ്ടിക്ക് നല്ല പിക്കപ്പാണേ. മാറേ. നമ്മൾ എങ്ങോട്ടാ പോകണ്ടെന്ന് ഇതുവരെ പറഞ്ഞില്ല. മുമ്പോട്ട്. അതിനിപ്പോ നമ്മൾ ബാക്കിലോട്ടല്ലല്ലോ പോകുന്നത്. ഇതെന്താ സാറേ ഇക്കിളിടാതെ വണ്ടി വലർത്തി ഞാൻ ഇടിക്കും. ആ കാറിനെ മറികടക്കടാ. അയ്യോ, വേഗം. കൈനീട്ടം കിട്ടുമെന്ന് വിചാരിച്ചാ ഞാൻ. കൈ നീട്ടൊക്കെ പിന്നെ ഇപ്പൊ പറയുന്നത് കേക്കടാ. അയ്യോ, ആ കാറിനെ മറികടക്കടാ തെണ്ടി. ആ കാറിന്റെ മറിയ. പട്ടാപ്പകൽ പെണ്ണെ കട്ടിക്കൊണ്ട് പോകണം. ഇവിടെ ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്ന് വിചാരിച്ചാ. നമ്മുടെ കാറ് വരുന്നേ, നമ്മുടെ കാറ് തനിയെ വരുന്നേ. ഞങ്ങള് മണ്ടന്മാരല്ല. കാർ ഒറ്റയ്ക്കല്ല ബോസ്,
അതിനകത്തൊരു കരിമ്പൂതമുണ്ട്. എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. Hey, hold it! Shit! Stop the car. കുട്ടി, Stop the car. അല്ല ഞാൻ കാര്യം പറയട്ടെ. Shut up. Get down. പുറത്തിറങ്ങാനാ പറഞ്ഞത്. അത് മനസ്സിലായി. എന്താ കാര്യം? Get down. ഇറങ്ങാം. ഞാൻ തന്നെ ഓടിക്കാം. എന്റെ ഫസ്റ്റ് ട്രിപ്പാണേ. പ്ലീസ്. എന്നാങ്ങ് കൊണ്ട് ചെല്ലേ. ഈ നാട്ടിൽ കോടതിക്കും പോലീസിന് ക്ഷാമമൊന്നുമില്ലല്ലോ. നിന്നെ അവന്മാരെ ഞാൻ കോടതി കയറ്റും. പട്ട പകലല്ലേ കള്ളക്കടത്ത്. തൊണ്ടി സാധനം എന്റെ കയ്യിലുണ്ടേ. നീ കാറും തിരിച്ചു തരും, എന്റെ കാലാലും വീഴും. നോയിക്കോ. GOPIKVARMA ഗോപിക വർമ്മ. അലവലാതി. തനിക്ക് എന്താ വേണ്ടേ? What? ഇവിടെ തനിക്ക് എന്താ വേണ്ടെന്ന്? What? ഇവന് മലയാളം അറിയില്ല ബോസ്. കൂടുതൽ നിന്നാ കുഴപ്പമാ. നമുക്കങ്ങ് പോവാം. Move up. പട്ടാപ്പകൽ കനത്ത പോലീസ് കാവലുള്ള സ്ഥലത്ത് വെച്ചാണ് മിസ് ഗോപിക വർമ്മയെ അവർ തട്ടിക്കൊണ്ടുപോയത്. അതിന് നേതൃത്വം കൊടുത്തതോ വെറും ഒരു ടാക്സി ഡ്രൈവർ. എന്നിട്ടും കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ ഒരു ചെറു വിരലെങ്കിലും അനക്കിയോ നിങ്ങൾ? അമ്മായിയപ്പന്റെ കാരുണ്യം കൊണ്ട് കാക്കിക്കുപ്പായം കിട്ടിയ പലർക്കും ഗൗരവമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഗോഷ്ഠി കാണിക്കാൻ തോന്നും. ഈ ഡിപ്പാർട്ട്മെന്റ് ഗതികേടെന്ന് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. സാർ, ഒരു നീഗ്രോ കൂടി ആ പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. പറയപ്പെടുന്നതല്ല, സംഭവിച്ചതാണ്. ലണ്ടൻ മുതൽ ഇവിടം വരെ മിസ് ഗോപിക വർമ്മയെ പിന്തുടർന്ന ബോൺ ക്രിമിനലാണ് അയാൾ. ആ കുട്ടിയുടെ അച്ഛനെയും അമ്മയെയും അവിടെ വെച്ച് കൊലപ്പെടുത്തിയ ഇന്റർനാഷണൽ കില്ലർ. അണ്ടർസ്റ്റാൻഡ്? എയർപോർട്ട് കുട്ടിച്ചോറാക്കിയതിന് ശേഷമാണ് അവൻ പുറത്തു കിടന്നത്. പോലീസ് വായും പൊളിച്ച് നോക്കിയെന്നതേ ഉള്ളൂ. മാത്രമോ അയാളെ പിടിക്കാനുള്ള ഒരു ശ്രമവും
നിങ്ങൾ ആരും ഇതുവരെ നടത്തിയിട്ടില്ല. സാർ ഇയാൾക്ക് എന്താ വേണ്ട? സാർ സംഭവം നടന്നിട്ട് 2 മണിക്കൂറിലായുള്ളൂ. ഓ, ദാറ്റ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. അണ്ടർസ്റ്റാൻഡ്? നിങ്ങളാരും ഒരു ചുക്കും ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ ഒരു കാര്യം സാധിച്ചു. ഞാൻ ആ കാർ കണ്ടെത്തിയിട്ടുണ്ട്. ഗോപിയാവർമ്മയെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ടാക്സി. എത്രയും പെട്ടെന്ന് ഞങ്ങളത് പരിശോധിച്ച് തെളിവുകൾ കണ്ടെത്താം സർ. ഇക്കാര്യത്തിൽ നിങ്ങളുടെ കഴിവിൽ വളരെ വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ ആ ജോലി മറ്റു ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആ കാറിൽ നിന്നും കിട്ടിയതാണ് സർ. കുറ്റവാളി ഒരു കൊപ്ര മുതലാളിയാണ്. സാർ ഓരോരുത്തന്മാർ രാവിലെ ഓരോന്നായിട്ട് വന്നോളൂ. സോറി, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് സാർ. ഞാനൊരു വണ്ടി വാങ്ങി സാർ. നല്ല കാര്യം. ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് സാർ വണ്ടി വാങ്ങിയത്. വളരെ നല്ല കാര്യം. സാർ, ആ വണ്ടി ഒരു കള്ളക്കടത്തുകാർ തട്ടിക്കൊണ്ടുപോയി സാർ. വളരെ വളരെ നല്ല കാര്യം. സാർ, എടോ, ഇവിടെ ഒരു പെണ്ണിനെ തന്നെ തട്ടിക്കൊണ്ട് വരിക. അപ്പോഴാ തൻ്റെ ഒരു വണ്ടി. ഞാൻ ഒരുപാട് പട്ടിണി കിടന്ന് വാങ്ങിയതാണ് സാർ. അത് ഞാനെന്ത് വേണോ? സാർ, ആ കാറാണ് എൻ്റെ ചോറ്. കണ്ണീരിന് പകരം കുറെ ചില്ലറയും ഒരു പരാതിയും കൊണ്ടുപോവാ. അന്വേഷിക്കാം സൗകര്യം കിട്ടുമ്പോൾ. അയ്യോ സാർ. സാർ, ഇതും ആ കാറിൽ നിന്ന് കിട്ടിയതാണ് സാർ. കുറ്റവാളിക്ക് പഞ്ചാര കച്ചവടമുണ്ട്. സാർ, ഇത് പഞ്ചസാരയല്ല, ബ്രൗൺ ഷുഗറാണ്. ഓ, അപ്പോ അവന് മയക്കുമരുന്ന് കച്ചവടമാണ് ജോലി. അയ്യോ സാർ, പട്ടി വല്ലാതെ കുരയ്ക്കുന്നുണ്ടല്ലോ സാർ. സാറ് വളർത്തുന്നതാണോ അതോ തെരുവ് പട്ടിയാണോ സാർ? പേടിക്കണ്ട, അവനൊന്നും ചെയ്യില്ല. പോലീസായെന്ന് പേരേ ഉള്ളൂ. സാർ, ആ കാറിന്റെ RC ബുക്കും അവന്റെ ലൈസൻസുമാണ് സാർ. കണ്ട നല്ല വീട്ടിലെ പയ്യൻ. പണി പെണ്ണിനെ തട്ടലും ബ്രൗൺ ഷുഗർ വിൽപ്പനയും. അയ്യോ, എന്റെ ലൈസൻസ്. അയ്യോ സാർ, എന്റെ കാറ്. അവനെ കൈ കിട്ടട്ടെ. സാർ, തന്നേരെ. ഇനി കേസും പരാതി ഒന്നുമില്ല. താനെന്താ ചെലക്കനെ? ലൈസൻസും കാറും എന്റെയാ. തന്നേരെ. ഇടോ, ഇത് തന്റെ അല്ല. ആ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി പൂഴ്ത്തി വെച്ചിരിക്കുന്ന ബ്രൗൺ ഷുഗറിന്റെയാ. വാദി പ്രതിയായോ? ഇല്ല, വേണു ഒരിക്കലും ഒരു പെൺകുട്ടിയെയും തട്ടിക്കൊണ്ടു പോവില്ല. നിർഭാഗ്യവശാൽ തെളിവുകൾ മറിച്ചാണല്ലോ മദർ. സർ, 28 വർഷം മുമ്പ് ലോകം എന്തെന്നറിയാത്ത കുരുന്നായിരുന്നപ്പോഴാണ് ഞാൻ വേണുവിനെ ആദ്യം കാണുന്നത്. നിസ്സഹായായ ഏതോ പാവം പെൺകുട്ടി ഉപേക്ഷിച്ച് ആ കുഞ്ഞ് ഈ അനാഥാലയത്തിന്റെ മുറ്റത്ത് കിടന്ന് ഏങ്ങി കരയുകയായിരുന്നു. അന്ന് അവനെ ആദ്യം വാരിയെടുത്തത് ഞാനാണ്. പിന്നെ ഈ കൈകളിൽ കിടന്ന് എൻ്റെ സ്വന്തം മകനെപ്പോലെയാണ് അവൻ വളർന്നത്. തിന്മയും കാപട്യവും അവനെ തീണ്ടിയിട്ടില്ല. കളിയായി പോലും അവനൊരു കള്ളം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ആ വേണു ഒരിക്കലും ഇത് ചെയ്യില്ല. അവന് മനസ്സ് വരില്ല. ഐ ആം നോട്ട് ഡിസഗ്രീയിങ് വിത്ത് യു മദർ. ഒരു പക്ഷേ വേണു തെറ്റുകാരനല്ലായിരിക്കാം. എന്നാലും എനിക്ക് അന്വേഷണം നടത്തിയേ പറ്റൂ. ദാറ്റ് ഈസ് മൈ ഡ്യൂട്ടി. ഓടിവാ ഓടിവാ. മോളെ, അതിനെന്താ, ഇന്ന് അങ്കിള് ഒരു ഉഗ്രം കഥ പറഞ്ഞിരുന്നു. അതൊക്കെ ഞാൻ പിന്നെ പറയാം. മദർ എവിടെ? പിടിക്കാനെ പിടിക്കാനെ. Now I am disagreeing with you, mother. ഗോപികയെ തട്ടിക്കൊണ്ടുപോയതും മയക്കുമരുന്ന് കടത്തിയതും ഒക്കെ അവനാണെന്ന് ഇപ്പൊ മദറിന് മനസ്സിലായല്ലോ. അല്ലെങ്കിൽ അവൻ എന്തിനു ഓടണം? ഓർത്തോ, എന്റെ കയ്യിൽ കിട്ടിയ പിന്നെ അവനെ ജീവനോടെ കാണില്ല ആരും.